ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ജെല്ലാട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉലുവ ജെല്ല് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് കൂട്ടാനും താരൻ മാറ്റാനും ഒക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവ. ഉലുവ ഞാനൊരു 1 ഡേ ഫുള്ള് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. നിങ്ങൾക്കിത് കഞ്ഞിവെള്ളത്തിൽ വെക്കാം ഓർ സാദാ വെള്ളത്തിൽ വെക്കാം. ഞാനിത് എൻ്റെ വീഡിയോയിൽ മുന്നേ ഞാനൊരു ഹെയർ ടോണർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഉലുവ കുതിരാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഇനി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ജെല്ലായിട്ട് മേടിക്കാൻ കിട്ടും. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ഈ കളറോ സ്മെല്ലൊന്നും ഇല്ലാത്ത നല്ല ജെല്ല് നോക്കി മേടിക്കാനും അത് യൂസ് ചെയ്യാനുമായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ വീട്ടിൽ തന്നെയുള്ള അലോവേറയാണ് ഒരു തണ്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു തണ്ട് മതിയാവും. ഞാൻ ഒരുപാട് ജെല്ല് ഉണ്ടാക്കി വെക്കണില്ല. കാരണം ഇത് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാത്തത് തന്നെയാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ഞാനൊരു 2 പ്രാവശ്യത്തേക്കുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഒരു തണ്ട് മുറിച്ചെടുത്ത് അതിൻ്റെ ജെല്ല് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തൈരാണ്. നിങ്ങൾക്ക് ഏത് തൈര് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള തൈര് നോക്കി മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തലയിലൊക്കെ എപ്പോഴും ഉലുവ തേക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നതാണ് ഇതിൻ്റെ തേച്ച് കഴിഞ്ഞതിന് ശേഷം പൊടിയായിട്ട് നമ്മുടെ തലയിൽ നിൽക്കും. അത് ചിലപ്പോൾ നമുക്ക് ഇപ്പം നാളെ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ ഇത് തലയിൽ നിന്ന് ചിലപ്പോൾ പോയിന്ന് വരില്ല ഒരു ദിവസം കൊണ്ട്. അപ്പം നമുക്കത് ഇടാനും അത് യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ നോക്കിയാണ് ചെയ്യുക. ഇങ്ങനെ അരിച്ചെടുക്കുന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് നമ്മുടെ തലയിൽ ഈ പൊടികൾ കാര്യങ്ങളൊന്നും വരില്ല. ചിലപ്പോൾ ഈ പൊടികൾ താരൻ പോലെ ഇങ്ങനെ തലയിലിരിക്കും. അപ്പം നമുക്കത് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ഈ അരിപ്പ യൂസ് ചെയ്ത് അരിക്കാതിരിക്കാനായിരിക്കും ബെറ്റർ. കാരണം അരിപ്പ യൂസ് ചെയ്താലും അതിൽ കൂടെ പൊടികൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു നല്ല തുണി അല്ലെങ്കിൽ തോർത്ത് അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്കിത് നല്ല കട്ടയായിട്ട് ക്രീം പോലെ കിട്ടും. നമ്മൾ ഓരോ കടകളിൽ നിന്നൊക്കെ ക്രീം ജെല്ല് പോലെ മേടിക്കില്ലേ, അതേപോലെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ജെൽ ബേസായിട്ട് കിട്ടും. ഞാനിനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ മുടിക്കും നല്ല ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ. അതും കൂടി ഞാൻ ഈ ജെല്ലിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്തണ രീതിയിൽ. ഈ ജെല്ലിൻ്റെ ഒരു പരുവം കണ്ടിപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ തേച്ചാൽ അത് കയ്യിലിങ്ങനെ തന്നെ ക്രീം പോലെ നമ്മൾ എന്തെങ്കിലും ലോഷനൊക്കെ തേക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ അബ്സോർബായിട്ട് പോകും. ഇതേപോലെ ആവണം നമ്മുടെ ടെക്സ്ചർ. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് നോക്കി യൂസ് ചെയ്യുക. ഒരുപാട് വെള്ളം ഉലുവയത്ത് ആഡ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അപ്പോൾ കറക്റ്റ് ഈ ഒരു ടെക്സ്ചറായിട്ട് കിട്ടും. ഇനി നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലയുടെ സ്കാൽപ്പിലും എൻസിലൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി കളയുക. മുടിയുടെ ഗ്രോത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ താരൻ പോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണേ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.